ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലേ വെച്ചിട്ടാണ് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഈ സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ സംഭവമാണ്. ഈ സംഭവം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊന്നും ആയി വരില്ല. കാരണം ഇതൊരു ടേബിൾ ലാമ്പാണ്. അതുകൊണ്ട് ടേബിൾ ലാമ്പിന് പകരം നമുക്ക് ക്ലേ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്ക് ഡെക്കറാണ്. അപ്പം നമ്മൾ ഈ ഒരു സംഭവം തന്നെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് മീഷോയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ടേബിൾ ലാമ്പിനെ നമ്മൾ ഡെസ്ക് ഡെക്കറായിട്ട് മാറ്റിയിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കി നോക്കാനായിട്ട് പോവുകയാണ്. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു പഴയ സ്ലേറ്റാണ് ഉപയോഗിക്കുന്നത് ക്ലേ കുഴയ്ക്കാനും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ചെയ്യാനും. അതായത് നിങ്ങൾ ക്ലേ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റിക്കിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ പഴയ ഒരു സ്ലേറ്റോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടാവില്ലേ മരത്തിൻ്റെ, അതൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ ഈ ഒരു ക്ലേ എടുത്തിട്ടുണ്ട്. ഇത് വാൾപുട്ടി ക്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ച് നമുക്ക് ഇങ്ങനെ എന്താ പറയുക സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ എന്തായാലും അതൊക്കെ പോവും. ഒരു കണക്കിനാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലുള്ള ക്ലേ ക്രാഫ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഈ ഒരു ക്ലേ കുറിച്ച് പറയാനാണെങ്കിൽ ഞാനിത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ക്ലേ ആണ്. അതായത് ഇത് വാൾപുട്ടി ക്ലേ ആണ്. ജസ്റ്റ് 2 ഇൻഗ്രീഡിയൻറ്റ് ക്ലേ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ക്ലേ ക്രാഫ്റ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതും ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്രെഡിൻ്റെ ഷേപ്പൊക്കെയാണ് നമ്മളിവിടെ സെറ്റായി കൊടുക്കുന്നത്. ബ്രെഡ് നമ്മൾ ഈ ഒരു ക്ലേ വെച്ചിട്ടും അതുപോലെ തന്നെ ടോസ്റ്റർ, അതായത് ടോസ്റ്റർ ഞാനൊരു ബോക്സ് പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഒരു ബോക്സായിട്ടും ഞാൻ കാർഡ്ബോർഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, ക്ലേ യൂസ് ചെയ്യുന്നില്ല. കാരണം ക്ലേ നമ്മൾ ഇച്ചിരി യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷേപ്പൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം വെച്ചിട്ടാണ് നമ്മൾ സ്മൂത്തായി കൊടുക്കുന്നത് കേട്ടോ സർഫസ്. കാരണം ഈ ഒരു വെള്ളം വെച്ച് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ആഫ്റ്റർ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാൻഡ് പേപ്പർ വെച്ച് ഉരയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വെള്ളം വെച്ച് തന്നെ ഇപ്പോഴേ സ്മൂത്ത് ചെയ്ത് വിടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു സ്ലേറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിട്ട് നമുക്ക് ടേബിളൊക്കെ അത്ര മിസ്സാകാണ്ട് കിട്ടും. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലേ വെച്ച് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ അതിനേക്കാളും കൂടുതൽ ടൈം എടുക്കുന്നത് ഉണങ്ങാനായിട്ടാണ്. അപ്പം എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു സ്കൾപ്റ്റിങ് അധികം പ്രശ്നമില്ല, പക്ഷേ ഡ്രൈയിങ് ഇതിൻ്റെ അത്യാവശ്യം നല്ല പ്രശ്നമാണ്. അതുകൊണ്ട് അധികം ഇത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഉണങ്ങിയ ടൈമിലാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോസ്റ്റർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു എക്സ്പ്രസിൻ്റെ ഈ ഒരു സംഭവമാണ് എടുക്കുന്നത്, അതായത് ബോക്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റ് കട്ടറാണ് കേട്ടോ, ഓർമ്മയുണ്ടോ? സൂപ്പർ സ്മൂത്തായിട്ട് കട്ടായിട്ട് വരുന്നുണ്ട്, നല്ല സ്ട്രോങ്ങും ആണ്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഏത് കാർഡ്ബോർഡ് ബോക്സ് വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞങ്ങൾക്ക് അതുപോലെ ക്ലേ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്ലേ അധികം യൂസ് ആക്കണ്ട. നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ വാൾപുട്ടിയൊക്കെ അത്ര ഉണ്ടാവില്ലല്ലോ, നിങ്ങളുടെ അടുത്തുള്ള ക്ലേ വെച്ചിട്ടായിരിക്കും നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഇതാവാനായിട്ടാണ് ഞാൻ കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു റീയൂസും കൂടി ആകുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കാർഡ്ബോർഡ് ബോക്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിനിടയിൽ എൻ്റെ ഒരു കൈബത്തം കൊണ്ട് അതിങ്ങനെ കുറച്ച് കട്ടായിട്ട് പോയിട്ടുണ്ട്, കുഴപ്പമില്ല. എന്തായാലും അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ, അത് വെച്ച് അങ്ങ് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതുപോലെയൊക്കെയാണ് തട്ടിക്കൂട്ടി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫെവിഗമാണ് ആകെ യൂസ് ചെയ്തിട്ടുള്ളൊരു ഗ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബോക്സൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുത്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഒരു പരുവത്തിലേക്ക് ആക്കണം. അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡിൽ നമുക്ക് ആദ്യം ഒരു ബ്രൗൺ കളർ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് സ്പീഡിൽ കാണാം അല്ലേ. അങ്ങനെ നമ്മൾ പെയിൻ്റൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞയും അതുപോലെ തന്നെ ഓറഞ്ചും ബ്രൗണൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണും വായയും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു പിക്ചറിൽ ഇങ്ങനെയാണ് കണ്ടത്. ഇനി ലാസ്റ്റായിട്ട് ഞാനൊരു സ്റ്റെപ്പ് കാണിക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ബോക്സും ടോസ്റ്റ് എന്നും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. ആ ടോസ്റ്റ് എന്ന് എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വൈറ്റ്നർ വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും അത് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടോ അങ്ങനെ മാർക്കർ വെച്ച് എന്തായാലും ചെയ്യാം. എൻ്റെ അടുത്ത് വൈറ്റ്നർ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തു. അപ്പം അത് ആ ഒരു പിക്ചർ
ഫ്രീസറിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ടോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല, ബട്ട് അത് സെറ്റാക്കി എടുത്തിട്ടുണ്ടെന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ബ്രെഡ് സംഭവങ്ങളൊക്കെ റെഡിയായി. ഇനി നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെ മറിഞ്ഞൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോട്ടൺ വെച്ച് നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം അതിൻ്റെ ഉള്ളിൽ. ഇത് വേണമെങ്കിൽ വെച്ചാൽ മതി, അതിലൊന്നും കാണിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് ഇതും കൂടി ഇറക്കി വെച്ച് കഴിഞ്ഞ് സെറ്റായി കിട്ടുമെന്ന്. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ പറ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം. കുറച്ച് ക്ഷമ, അതുപോലെ തന്നെ കുറച്ച് ടൈം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക. ബൈ.